ഒന്നും ഒന്നും ഇമ്മിണി ബല്യൊന്ന്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാല്യകാല സഖി എന്ന കൃതിയിൽ നിന്നും ഒരു ചെറിയ ഭാഗം. വാലൈക്കും അസ്സലാം മക്കളെ. അപ്പൊ ഹാജർ വിളിക്കലേ? സുഹറ, ഹാജർ, എല്ലാരും ഉണ്ടാകുന്നാണ്. അടുത്ത് ഖദീജ, ഹാജർ, വാസുകുട്ടൻ, ഹാജർ, മണ്ടശിരോമണി, ഹാജർ, അടങ്ങി കുത്തിർക്കും കുട്ടികളെ. ഉസ്മാൻ അവിടെ? ഹാജർ. അല്ല, ഇന്നലെ ഇപ്പം എന്താ പഠിച്ചേ? ഇന്നലെ പഠിച്ച വല്ല ഓർമ്മ ഉണ്ടോ കുട്ടികളെ നിങ്ങൾക്ക്? മജീദേ, ഒന്നും എത്രയാന്ന് പറഞ്ഞ? 2 പൊയ ചേർന്ന 1 പൊയയാവും. അപ്പൊ 2 ചേർന്ന ഇമ്മിണി ബല്യൊന്ന്. ഇങ്ങോട്ട് നീട്ടടാ എൻ്റെ കാച്ച്. ഇത് രണ്ടും പാടെ കൂടി ഒരു വലിയ അടിയായി ഇജാണ് കരുതിക്കടാ. ഞാൻ പിടിച്ചോ. ഈ ചടി കിട്ടിയമ്മ, ഇന്റെ കണക്കൊന്നും ശരിയാവണില്ല. അടി കിട്ടിയ മജീദിനെ അവന്റെ ഉമ്മ സമാധാനിപ്പിച്ചു. ഞാൻ സ്കൂൾക്ക് വരുന്നില്ല, കണക്കൊന്നും അറിയുന്നില്ല. അങ്ങനെ പറയില്ലേ. ഇജ് നാളെ മുതൽ ഇൻ്റെ അടുത്ത് വന്നിരുന്നോ. കണക്കുകളെല്ലാം ഞാൻ കാണിച്ചു തരാം. ഇജിൻ്റെ നോക്കിയിരിക്കോ. അങ്ങനെ ചെയ്യാട്ടോ. ആ ശരി. അടുത്ത ദിവസം മജീദും സുഹറയും ക്ലാസ്സിലെത്തി. മജീദിനെ സുഹറ തൻ്റെ അടുത്തിരുത്തി. പതിവ് പോലെ അധ്യാപകൻ ക്ലാസ്സിലെത്തി. എല്ലാരും എത്തിയില്ലേ? ഇന്നലത്തെ കണക്കൊക്കെ ചെയ്ത കുട്ടികളെ? മജീദിന് എല്ലാ കണക്കുകളും സുഹറ കാണിച്ചു കൊടുത്തു. മജീദ് സുഹറയുടെ പുസ്തകത്തിൽ നോക്കി അവന്റെ കണക്കുകളെല്ലാം ശരിയാക്കി. എന്നാ നമുക്ക് ഇനി കണക്ക് നോക്കല്ലേ? ആരപ്പ ആദ്യം വരിക? ഞമ്മക്ക് നമ്മളെ മജീദിനെ തന്നെയാണ് വിളിച്ചാൽ ആദ്യം. മജീദേ, ഇങ്ങോട്ട് ഇവിടെ വന്ന. അന്നു മുതൽ പിന്നീടൊരിക്കലും മജീദ് അടി വാങ്ങിയില്ല. സുഹറ കാരണം മജീദിന്റെ കണക്കുകളെല്ലാം ശരിയാവാൻ തുടങ്ങി. പിന്നീട് മജീദ് ക്ലാസ്സിലെ ഒന്നാമനായി. മജീദിനെ മാഷ് അഭിനന്ദിക്കുകയും മജീദിന്റെ സന്തോഷം കണ്ട് സുഹറ സന്തോഷിക്കുകയും ചെയ്തു. അഭിനയിച്ചവർ: കാണുവാനായി കൺകൊതിച്ചു പോയി, കൺമണിയെ കാണുവാനായി കൺകൊതിച്ചു പോയി, കണ്ണുകളാൽ കൽവുകളിൽ കല്ലെറിയുന്നോളെ, താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ, പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കുറങ്കുള്ളോളെ, പങ്കുറങ്കുള്ളോളെ.